യേശുനാമത്തിന് ഇത്രയും ശക്തിയുണ്ടാകാൻ കാരണം ആ നാമം മനുഷ്യൻ നൽകിയതല്ല, സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ടതാണ്. ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. ഗർഭവതിയാകുന്നതിന് മുമ്പാണ് പറഞ്ഞത്. ആ നാമത്തിൻ്റെ മുകളിൽ അധികാരമുള്ള നാമം ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമില്ല. നമ്മുടെ കഷ്ടതകളിൽ വിളിക്കാവുന്ന ഏകനാമം യേശു നാമമാണ്. എവിടേക്ക് നാം പോകുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ എല്ലാം യേശുവേ എന്ന് ഉരുവിടുക. അതിൻ്റെ ഒരു ശക്തി വേറെയാണ്. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു, പത്രോസ് പറഞ്ഞു, സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. സുന്ദര കവാടത്തിൽ തളർവാദ രോഗിയോട് പറഞ്ഞപ്പോൾ ആ നാമം കേട്ടപ്പോൾ തന്നെ അവൻ എണീറ്റു നടന്നു. രക്ഷയുടെ നാമമാണ് പാപമോചനത്തിനുള്ള നാമം. പ്രപഞ്ച ശക്തിയോട് യേശുനാമത്തിൽ ശാന്തമാവുക എന്ന് നാം പറയുമ്പോൾ കാറ്റും കോളും ശാന്തമാക്കിയവൻ. നാം വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. അതുകൊണ്ടല്ലേ പത്രോസും യോഹന്നാനും പോകുമ്പോൾ പത്രോസിൻ്റെ നിഴൽ വീണിടത്ത് രോഗികളെ കിടത്തിയിരുന്നത്. അവർ സുഖം പ്രാപിക്കും എന്ന വിശ്വാസത്തോടെയാണ്. കാരണം അവർ യേശുനാമം ശക്തിയോടെ പ്രഘോഷിക്കുകയാണ്. പിതാവ് യേശുനാമം നൽകിയത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ്റെ നാമം മൂലം നാം രക്ഷ പ്രാപിക്കും. ആ നാമം എപ്പോഴും നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കട്ടെ. വെറുതെ ഉരുവിടുക, യേശുവേ, അപ്പോൾ അറിയാം അതിൻ്റെ ശക്തി. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഏതെങ്കിലും തരത്തിൽ നാം ഭയപ്പെട്ടിരിക്കുന്നുവോ, യേശുവേ എന്ന് ഉരുവിടുക. അപ്പോൾ അറിയാം അതിൻ്റെ ശക്തി. ഭയത്തിൽ നിന്ന് യേശു നമ്മെ യേശുനാമം ഉരുവിട്ട് നമുക്ക് ശക്തി പ്രാപിക്കാം. നമ്മുടെ കഷ്ടതകൾ, രോഗങ്ങൾ, ഭയം എന്നതിനൊക്കെ നാം പ്രയാസപ്പെടുമ്പോൾ അവിടെയെല്ലാം യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്നെ കാക്കണമേ, എന്നെ കരുതണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആമേൻ.